guys, welcome to my YouTube channel. ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണല്ലേ? ഇന്നൊരു ഹെൽത്ത് ഡ്രിങ്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ABC ജ്യൂസ്. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും എന്താ ABC ജ്യൂസ് എന്ന്. പക്ഷെ കുറേ പേർക്കൊന്നും അറിയില്ല എന്താണ്. ABC ജ്യൂസ് എന്താണെന്ന് വെച്ചാൽ ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ജ്യൂസ്. ആപ്പിളിന്റെയും ബീറ്റ്റൂട്ടിന്റെയും ക്യാരറ്റിന്റെ ഒക്കെ ഗുണങ്ങളൊക്കെ ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ നിർപ്പിക്കുന്നില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. ഇന്ന് ഞാൻ പക്ഷെ ഉണ്ടാക്കുന്നത് 2 പേർക്കാണ് കേട്ടോ. ഒന്ന് എനിക്കും പിന്നെ ഈ വീഡിയോ പിടിക്കുന്ന എന്റെ സിസ്റ്ററിന്. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ എല്ലാം ഹാഫ് ആയിട്ട് എടുത്താൽ മതി. അതായത് ബീറ്റ്റൂട്ട് ആണെങ്കിൽ അതിന്റെ ഹാഫ്, ആപ്പിൾ ആണെങ്കിൽ അതിന്റെ ഹാഫ്. ഇപ്പൊ ഞാൻ 2 എടുത്തേക്കുന്നത് ചെറിയ ആപ്പിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ഇതുപോലെ ഒരു ക്യാരറ്റ് ആണെങ്കിൽ അതിന്റെ ഹാഫ് എടുത്താൽ മതി. അപ്പൊ ആദ്യം തന്നെ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കുട്ടപ്പനാക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. ബീറ്റ്റൂട്ടിലാണെങ്കിൽ അയൺ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ക്ഷീണം മാറ്റാനും തളർച്ച മാറ്റാനും ഒക്കെ സഹായിക്കും കേട്ടോ. ക്യാരറ്റ്സ് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുക ചെയ്യാറ്. പ്രൊട്ടക്റ്റ് മാത്രമല്ല, ഒരു ഗ്ലോ കിട്ടാനും ക്യാരറ്റ്സ് സഹായിക്കും. അപ്പൊ നമ്മൾ കഴുകി ക്ലീൻ ആക്കി നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞിടുകയാണ് കേട്ടോ. സ്കിൻ ബ്രൈറ്റനിങ് ഇത്രയും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. അതുമാത്രമല്ല 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഇത് കുടിച്ച് പിറ്റേ ദിവസം തന്നെ വെളുത്തിട്ട് പാറൊന്നുമില്ല കേട്ടോ. ക്ഷമ വേണം, സമയമെടുക്കും. ഒരു 1 month ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിച്ചു കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് ഉണ്ടായിരിക്കും. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഞാൻ 1 മാസം കുടിച്ച് നല്ല റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മള് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ട് നമ്മളിപ്പോ മിക്സിയിൽ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കണം എന്നില്ല, ശരിക്കും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കാണ് വേണ്ടത്. പക്ഷെ ഇവിടെ മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്താലും നന്നായിട്ട് അരിഞ്ഞു വരുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ അടിക്കുന്നത്. ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നീര് മാത്രം നമ്മൾ എടുക്കുന്നത്. മൊത്തത്തിൽ കഴിക്കാൻ അത്ര സുഖമുള്ള പരിപാടിയല്ല. അപ്പൊ നീര് മാത്രം എടുത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. ഇതിന്റെ കളറ് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഇത് ഞാൻ ഏകദേശം ഒരു മാസത്തോളമായിട്ട് കഴിക്കുന്നു. അതിന്റെ നല്ല ഗുണം എനിക്ക് സ്കിന്നില് അറിയാനുണ്ട്. എനിക്കാണെങ്കിൽ ഈ HP ഒക്കെ ഭയങ്കര കുറവായിരുന്നേ. അങ്ങനെയാണ് ഞാനിത് കുടിച്ചു തുടങ്ങിയത്. അപ്പൊ ഭയങ്കര മാറ്റമുണ്ട്. HP-യിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും നല്ല മാറ്റമുണ്ട്. ഈ ഒരു പ്രോസസ്സ് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. കാരണം ഇത് അരിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. ഞാനിങ്ങനെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ നീരെടുക്കുന്നത്. അപ്പൊ ചിലവർക്ക് തോന്നും ഇത് എങ്ങനെയാണ് ഇത് കുടിക്കുന്നത് തോന്നും. കാരണം മധുരം ഉണ്ടാവോ, കാരണം നമ്മൾ ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. പക്ഷെ ഇതിൽ ആപ്പിളും ക്യാരറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട്. നമുക്ക് കുടിക്കാനൊക്കെ പറ്റുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ ഈ പുറത്തുനിന്നൊക്കെ ജ്യൂസൊക്കെ വാങ്ങുന്നതിനേക്കാൾ എത്ര ബെറ്റർ ആണെന്നറിയാം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മുഖത്തൊക്കെ ഇടാറുണ്ടല്ലോ ആൾക്കാർ. അപ്പൊ അതിനേക്കാളും മോർ ഫാർ ബെറ്റർ ആണ് നമ്മള് ബോഡിയിലേക്ക് ഇൻടേക്ക് ആയിട്ട് ഇങ്ങനെ ജ്യൂസ് കൊടുക്കുന്നത്. ഈ ജിമ്മിലൊക്കെ പോണതിന് മുമ്പേ നമ്മൾ ഇത് കുടിച്ചു കഴിഞ്ഞാല് ഭയങ്കര ഒരു ഉന്മേഷം ഉണ്ടാവും കേട്ടോ. ഞാൻ സാധാരണ ജിമ്മിലൊക്കെ പോണതിന് മുമ്പാണ് അത് കുടിക്കാറ്, അല്ലെങ്കിൽ രാവിലെ കുടിക്കും. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് പള്ളിപ്പോക്കും കാര്യങ്ങളാണ്, പിന്നെ അതുപോലെ ജിമ്മില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ഈവനിങ് ടൈമിൽ ഇത് കുടിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഹെൽത്ത് ഡ്രിങ്ക് റെഡിയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്രേപ്പ് ജ്യൂസിന്റെ ഒക്കെ പോലെ ഉണ്ട് അല്ലേ? അല്ലേ, എനിക്ക് തോന്നില്ലേ? നമുക്ക് ഗ്ലാസ്സിൽ ഒഴിക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ABC ജ്യൂസ്. നമുക്ക്
കുടിച്ചു നോക്കാം. ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്നതാണ്, ആദ്യമായിട്ടൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാം, ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്, മധുരമൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിൽ കുടിക്കാം. അപ്പോൾ കുറച്ചുകൂടി കൂളായിട്ട് കുടിക്കാം. കാരണം ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ കുടിക്കാം. ഇത് കൂടുതൽ തണുപ്പ് വേണ്ടവർക്ക് വേണമെങ്കിൽ ഐസ് ഇട്ടിട്ടോ അങ്ങനെ വേണമെങ്കിലും കുടിക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.